നിങ്ങൾ വിചാരിക്കും ഞാനെന്തോ വല്ല അധ്വാനിക്കാൻ തുടങ്ങി. നമ്മൾ അധ്വാനം തുടങ്ങിയിട്ടൊന്നുമില്ല, വെറുതെ അടുപ്പ് കണ്ടപ്പോ ഒരു ജസ്റ്റ് ഊതാൻ വന്ന. പിന്നെ എന്തൊക്കെ അമ്മ വിശേഷങ്ങൾ? സുഖം തന്നെ? സുഖം തന്നെ. അത് നമ്മൾ കുക്ക് ചെയ്യുന്ന നമ്മളെ അടുക്കളയാണ്, വീട്ടിലെ അടുക്കള, വീടിന്റെ അടുക്കളയാണ് ഹോട്ടലിന്റെ അടുക്കള. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഇവിടെ തന്നെ കുക്ക് ചെയ്യും, നേരെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകും. രാവിലെ നമ്മള് 9 എല്ലാം റെഡി ആവുമോ? എല്ലാ ഭക്ഷണവും ബോട്ടി, താറാവ്, പന്നി, കോഴി, ഇടിയപ്പം, കള്ളപ്പം, കപ്പ, പിന്നെ ചില ദിവസം മുയലുണ്ടാവും. ഫിഷിന്റെ വല്ലതും മീൻ വല്ലതും ഉണ്ടോ? മീൻ വെക്കാറുണ്ട്. വെച്ചോണ്ടിരുന്നാ താറാവ് നമ്മളെ മെയിൻ ഐറ്റം അല്ലേ? തേങ്ങാപ്പാൽ ഒഴിച്ച് ഇത് ഒരുപാട് അടുപ്പത്ത് വെക്കാൻ പാടില്ല മീൻ. തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ടാക്കുക. അപ്പൊ 20 രൂപ അല്ലേ? പാകത്തിനുള്ള ഒരുപാട് എരിവ് ഉണ്ടാവില്ല. നമ്മൾ തുടങ്ങിയിട്ട് 23 കഴിഞ്ഞു. ഇവിടെ തന്നെ അയക്കുമ്പോ ഷാപ്പിലാണ്. ഷാപ്പിൽ കച്ചവടം ഉണ്ടായി, ജോലി ഉണ്ടായി. കുക്കിംഗ് മൊത്തം വിറകടുപ്പില്ല? വിറകടുപ്പില്ല എല്ലാം. ഒന്നും ഗ്യാസിലില്ല അല്ലേ? ഗ്യാസിൽ ബോട്ടി മാത്രം ഒരു 3-4 അടി അടിക്കും. ഒന്നും വേവല്ലേ? ശരിക്കും അരി വേവില്ല, ബാക്കി എല്ലാം വിറകാ. ഞായറാഴ്ച അവധിയാ? ഞായറാഴ്ച അവധിയാ. അവധി. ബാക്കി എല്ലാ ദിവസവും രാവിലെ വന്നാ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഓർഡർ ചെയ്താൽ അത് ശരിയായി പോകും. നിങ്ങൾ വിചാരിക്കും ഞാനെന്താ വീടിന്റെ നടുവിലൂടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നതെന്ന്. പക്ഷെ അടുക്കള അവിടെയാണേ. നമ്മളെ വീട്ടിലെ അടുക്കളയിൽ തന്നെയാണ് കുക്കിങ്. നേരെ വന്നത് പുറത്ത് ഈ ഷെഡിലാണ് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം. ചിക്കൻ കറി എല്ലാം ഒരു അറൗണ്ട് ഒരു 150 രൂപയ്ക്കുള്ളിലുണ്ടാവും. ചിക്കൻ 120, ബീഫ് 130, താറാവ് 140, അങ്ങനെ 150 രൂപയ്ക്ക് ഉള്ളിൽ. പിന്നെ കപ്പ, അപ്പം. അച്ചോയ് ഇതാ ചിക്കൻ കറി. അയ്യടാ, എല്ലാം റെഡി ആയില്ലേ? എല്ലാം റെഡിയായി. ഇതെന്താ ഇങ്ങനെ പേര് വേണം? എളാപ്പന്റെ ഷാപ്പ് എന്ന് പറഞ്ഞാ ചേട്ടന്റെ മോൻ എടയപ്പാന്നാണല്ലോ എന്നെ വിളിക്കണേ. അപ്പൊ ആ പിള്ളേരും എടയപ്പാന്ന് വിളിക്കും. അപ്പൊ ഇങ്ങനെ എടയപ്പ വിളിച്ച് ലാസ്റ്റ് എടയപ്പ അങ്ങനെ എളാപ്പനായതല്ലേ? അങ്ങനെ ഒരു ബ്രാൻഡായി എളാപ്പന്റെ ഷാപ്പ് കറികൾ. ഷാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പഴയകാല ഓർമ്മയും നമ്മള് ഇത്രയും ഷാപ്പിലാണല്ലോ നിന്നത്. അപ്പൊ രണ്ടുകൂടി ക്ലബ് ചെയ്ത് എളാപ്പന്റെ ഷാപ്പ് കറികൾ. അങ്ങനെയാണല്ലേ? അത് ശരിക്കും പേരെന്താ? അപ്പൊ എന്റെ പേര് ദേവസിക്കുട്ടി. അമ്മയുടെ പേര് റോസി. ഓക്കെ. ചെറുപ്പം തുടങ്ങി ഷാപ്പിൽ പണി ചെയ്താ 12 വയസ്സിക്ക് പ്ലേറ്റ് തരാൻ പോയ ആളാ ഷാപ്പിൽ നിന്ന്. ഏത് വർഷം? അന്ന് 70. അങ്ങനെ ഒരു ഷാപ്പില് പ്ലേറ്റ് കഴുകി പിന്നെ അവിടുത്തെ ഷെഫായി മാറി. 5 കൊല്ലം സ്കൂളിൽ പോയി. ഈ 5 കൊല്ലം ഒന്നിന് തന്നെ 4 കൊല്ലം തോറ്റു. 4 കൊല്ലം തോറ്റു. പിന്നെ 2 വിശദമായി ഇരുന്ന് പഠിച്ചു അല്ലേ? അപ്പൊ ഇതിലെ പോണ ദിവസം എളാപ്പനെ കണ്ടിട്ടേ പോവുള്ളൂ. കുഴപ്പമില്ല, നല്ല കറികളൊക്കെയാണ്. സൂപ്പറാണ്. നല്ല താറാവും അപ്പം കഴിക്കല്ലേ? അതാണ്ട്. അപ്പൊ അപ്പം ഒന്ന് മതിയേ. നല്ല കറി കേട്ടോ. അത് ഭയങ്കര എരിവൊന്നുമില്ല, സാധാ നല്ല ചൂട് വരണം. അടുപ്പിനാണല്ലോ കുക്കിംഗ് മൊത്തം. എല്ലാ കറിയും ഉണ്ടാക്കുന്ന അടുപ്പ് വിറകടുപ്പിനാണ്. അത് നേരത്തേക്ക് അടിക്കുന്നില്ല, ഒട്ടം അങ്ങനെ അടിക്കും. ഇങ്ങനെ അടിക്കണം? അങ്ങനെ അടിക്കും. ഭയങ്കര രീതിയുണ്ട് പോലും താറാവ് കഴിക്കാൻ. താറാവ് കഴിക്കാൻ ക്ഷമ വേണം. താറാവ് എത്ര? 130? 140. 140 മുതലാവൂല. ഇനി നമുക്ക് വാടക കൊടുക്കണ്ടല്ലോ. നമ്മളിങ്ങനെ ഇതാകുമ്പോഴേ പ്രായമാകുമ്പോൾ നിർത്താൻ തോന്നൂല ഹോട്ടൽ ഫീൽഡൊക്കെ? പ്രായമാകുമ്പോന്ന് പറഞ്ഞാൽ ഇത് സമയം ആവട്ടെ. പ്രായമായില്ലോ അല്ലേ? പ്രായമായില്ല. അത് പണി തോണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. 4 ദിവസം അനുകാണ്ടിരുന്ന ശരീരത്തിന് പിന്നെ മടിയും പിടിച്ച് ഈ പ്രായത്തിൽ അവര് ഭയങ്കര ആക്റ്റീവായിട്ട് പ്രായം ആവട്ടെ എന്ന് പറഞ്ഞോട്. അതായത് ഈ ഭാഗത്ത് വരികയാണ് എളാപ്പന്റെ ഷാപ്പിന്റെ കറി. ആരും ചോദിച്ചാൽ സ്ഥലം പറഞ്ഞു തരും. പെരുമ്പാവൂരിൽ കാലിലേക്ക് വരുമ്പോ ഒക്കല് നമ്പിളിക്കവരാന്ന് പറയും. നമ്പിളിക്കവല കാലടിയിലാണ് 2 കിലോമീറ്റർ. കാലടിയിൽ 2 കിലോമീറ്റർ, പെരുമ്പാവൂർ 6 കിലോമീറ്റർ. വന്നാൽ അമ്മയോടും അച്ഛനോടും കഥയൊക്കെ പറഞ്ഞ് നല്ല താറാവോ പന്നിയോ
എല്ലാം കഴിച്ചിട്ട് പോവാം. അപ്പം തൽക്കാലം ഞാൻ എല്ലാം കഴിച്ചിട്ട് വിട്ടേക്കും. പോട്ടെ തൽക്കാലം. അപ്പം എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാം. തൽക്കാലം ബൈ.